തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നറിയില്ല. പക്ഷേ OTT വൻ വധമായിട്ടാണ് എമ്പുരാൻ അനുഭവപ്പെട്ടത്. ലൂസിഫറൊക്കെ 2-3 വട്ടം കണ്ടിരിക്കാം. എന്നാൽ ഇത് ഒരു വട്ടം തന്നെ മുഴുമിപ്പിക്കാൻ കഷ്ടപ്പാടാണ്. ലൂസിഫറിൻ്റെ അതേ ഒരു പേസിൽ തന്നെയാണ് ഈ സിനിമ നീങ്ങുന്നത്. പക്ഷേ ഈ എമ്പുരാനിൽ അതൊരു ആർട്ടിഫിഷ്യലായിട്ടാണ് തോന്നുന്നത്. അത് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് എല്ല് എന്ന് സിംബോളിസായിട്ട് വലിയ ബ്രില്യൻസ് പോലെ കാണിക്കുന്നുണ്ട്. അതൊക്കെ എത്ര ഫോഴ്സ്ഡ് ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഡയലോഗിൻ്റെ കാര്യം പറയാൻ വേണ്ട. ശരിക്കും നാടക ലെവൽ ഡയലോഗാണ് ഓരോ ക്യാരക്ടേഴ്സിനും കൊടുത്തിരിക്കുന്നത്. പ്രിയദർശിനി, ജതിൻ രാംദാസ് തുടങ്ങിയ എല്ലാ കഥാപാത്രത്തിനും നാടക ഡയലോഗാണ്. അദ്ദേഹത്തിൻ്റെ ലെവലൊക്കെ തെലുങ്ക് ഡബ്ബിംഗ് സിനിമയിലെ ഡയലോഗ് ഡെലിവറി പോലെയാണ് തോന്നിയത്. എല്ലാവരും പൊക്കി പറഞ്ഞിരുന്ന ജംഗിൾ ഫൈറ്റ് വരെ വില്ലന്മാർ വരിയായി വരുന്നു, ക്യാമറ മൂവ് ചെയ്യുന്നു, എന്നിട്ട് ലൂസിഫറിലെ പാട്ടും വെച്ച് കൊടുത്തേക്കുന്നു. പൃഥ്വിരാജ് മോഹൻലാലിൻ്റെ ചെലവിൽ വലിയ മാസ് കൊണാണ്ടർ ആകാൻ നോക്കുന്ന ദയനീയ തെലുങ്ക് ഫൈറ്റ് ക്ലൈമാക്സും കൂടെ ആകുമ്പോൾ തൃപ്തിയായി. ടെക്നിക്കലി സംഭവം കൊള്ളാം, നല്ല ഫ്രെയിംസും ലൈറ്റിങ്ങും ഒക്കെയാണ്. സ്ക്രിപ്റ്റും ഡയലോഗും ഒക്കെ വൻ വധം ലെവൽ ആയി പോയിട്ടുണ്ട്. അത് പൃഥ്വിരാജ് എന്ന സംവിധായകൻ്റെ കഴിവാണ് ഇവിടെ തെളിയിച്ചിരിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു വധം ഡയലോഗും സ്ക്രിപ്റ്റുമുള്ള സിനിമ പോലും ഒരു വാച്ചബിൾ ഫ്ലിക്കാക്കിയെങ്കിൽ പൃഥ്വിരാജ് എന്ന സംവിധായകന് ഇനിയും നമുക്ക് പ്രതീക്ഷയുണ്ട്. ഗെയിം ഓഫ് ത്രോൺസിൽ നിന്ന് നമുക്കൊക്കെ പരിചിതമായ ഇങ്ങക്ക് കിട്ടിയ ഒരു നിർഗുണ റോളും അയാൾ പ്രൊഫഷണൽ ആക്ടർ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ല. ഏറ്റവും വലിയ കോമഡി ആയി തോന്നുന്നത് വലിയ ഹൈപ്പ് കൊടുത്ത് ഡെയിലി ഓരോ ബാക്ക് ഫോട്ടോയും സൈഡ് ഫോട്ടോയും ഒക്കെ ഇട്ട് കയറ്റി കൊണ്ടുവന്നിട്ട് അങ്ങനെ കാണിച്ച ആ ആളെയാണ്. അയാൾക്ക് അറിയുന്നവർക്ക് പോലും ഒരു നിർവികാര ഫീലായിരിക്കും ഉണ്ടാവുക. ഇവറിന് ശേഷം പൃഥ്വിരാജും മുരളി ഗോപിയും ഡെയിലി ഓരോ മൂങ്ങയുടെയും എല്ല് ഐനോ യൂനോ എന്നൊക്കെ പറഞ്ഞ് ഡെയിലി പോസ്റ്റ് ഇടുമായിരുന്നു. ഇല്ലുമിനാറ്റി എന്നൊക്കെ. സംഭവം ലൂസിഫർ എന്ന് കളറാക്കാൻ വേണ്ടി അവസാനം എബ്രഹാം ഖുറേഷിയെ കൊണ്ടുവന്നു എന്നല്ലാതെ യാതൊരു ബാക്കപ്പ് പ്ലാനും ഇല്ല എന്ന് എമ്പുരാൻ കാണുമ്പോൾ മനസ്സിലായി. പക്ഷേ പിന്നെ കേരള രാഷ്ട്രീയത്തിലെ കാര്യം പറയുമ്പോൾ പിന്നെ നമുക്ക് ചിലപ്പോൾ കണക്റ്റ് ആവുന്നത് കൊണ്ടായിരിക്കാം ഒരുവിധം കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും അതും ഒരു ദിശാബോധമില്ലാത്ത സഞ്ചാരമായിരുന്നു. ഒരു ഡ്രാമ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പറയേണ്ട സംഗതി ദ റിയൽ BGM. എജ്ജാതി തൊലിഞ്ഞ BGM വർക്ക്സാണ് ഇതിന് ചെയ്തു വെച്ചിരിക്കുന്നത്. സീരിയൽ ലെവൽ സാധനം. ഓരോ ഷോട്ടിലൊക്കെ നെട്ടുന്ന സീനിലൊക്കെ ടണ്ടെന്നൊക്കെ പറഞ്ഞ് നല്ല അടിച്ചു വിട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മോഹൻലാൽ വരെ ശോകമായിരുന്നു. ഫുള്ളി ഡിസപ്പോയിൻറ്റഡ്.